നമസ്കാരം, വിഡി സ്റ്റാറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് തിരുവോണം. സമ്പദ് സമൃദ്ധിയുടെ നല്ല നാളുകളുടെ സ്മരണയിൽ മലയാളി ഓണം ആഘോഷിച്ചു. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. അവധി ദിനത്തിലെ ഓണം ആഘോഷമാക്കി പ്രവാസികളും. സൗദി അറേബ്യയിൽ കൊറോണ വൈറസ് ബാധിച്ച് 4 പേർ കൂടി മരിച്ചു. തലസ്ഥാനമായ റിയാദിൽ ഈ മാസം പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 71 കേസുകൾ. ആകെ മരണം 35. ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ റിയാദിൽ. കാസർഗോഡ് CPM പ്രവർത്തകൻ കുത്തേറ്റു മരിച്ചു. മരിച്ചത് ചാമുട്ടിക്കുന്ന് സ്വദേശി സി നാരായണൻ. കൊലപാതകത്തിന് പിന്നിൽ RSS എന്ന CPM. തൃശൂരിൽ BJP പ്രവർത്തകൻ അഭിലാഷ് വെട്ടേറ്റു മരിച്ചു. കൊന്നത് CPM എന്ന് BJP. ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽപ്പെട്ട 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. അപകടത്തിൽ മരണം 10 ആയി. ബോട്ട് അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഇന്ന് തിരുവോണം. തിരുവോണം വെള്ളിയാഴ്ച ദിവസത്തിൽ വന്ന സന്തോഷത്തിലാണ് പ്രവാസികൾ. പതിവിൽ നിന്ന് വ്യത്യസ്തമായി UAE-യിലെ ലേബർ ക്യാമ്പുകളിൽ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇന്ന് നടക്കുന്നത്. ചെണ്ടയില്ലെങ്കിലും താളമേളങ്ങൾക്ക് കുറവില്ല. എല്ലാ പ്രവാസി ആഘോഷങ്ങളുടെയും ഒരു പ്രതീകമെന്നോണം വെള്ളക്കുപ്പിയിൽ താളം പിടിക്കുമ്പോഴും ഇവർ നാട്ടിലെ ഓണാഘോഷത്തിന്റെ ലഹരിയിലാണ്. നാടിന്റെ ഓർമ്മയിൽ പൂക്കളം തീർത്തും മഹാബലിയെയും വാമനനെയും അണിയിച്ചൊരുക്കിയും ദുബായ് ജബലലിയിലെ സ്പെഷ്യലിസ്റ്റ് ലേബർ ക്യാമ്പിൽ അങ്ങനെ മലയാളി പ്രവാസികൾ ഓണമയം തീർത്തു. പ്രവാസികളായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഈ ക്യാമ്പിൽ ഓണാഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായി തന്നെ ഞങ്ങൾ നടത്തി വരികയാണ്. അതായത് ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് നമുക്ക് വളരെയധികം സൗകര്യപ്രദവും അതുപോലെ തന്നെ കുറച്ചുകൂടി നമുക്ക് ആനന്ദകരവും ആക്കാനായിട്ട് നമുക്ക് വളരെയധികം സഹായിച്ചു. പലരും ആഘോഷങ്ങൾ ചടങ്ങുകളാക്കി മാറ്റുമ്പോൾ ഇവർ ഓണത്തെ ഹൃദയമറിഞ്ഞ് ആസ്വദിക്കുകയാണ്. ഉറിയടിയും കസേരക്കളിയും തുടങ്ങി വിവിധ മത്സരങ്ങളും ആഘോഷത്തിന് പൊലിമ കൂട്ടി. ദേശഭാഷ ജാതിമതഭേദമന്യേ ഇവിടെ ഒത്തുകൂടിയവരുടെ സാന്നിധ്യമാണ് ഈ ഓണാഘോഷത്തെ വ്യത്യസ്തമാക്കുന്നത്. ഓണമായാലും പെരുന്നാളായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് തങ്ങളുടെ ആഘോഷങ്ങളെന്ന് പ്രവാസികൾ. ദുബായിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീം വളാഞ്ചേരിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ നടന്ന തിരുവോണ ഘോഷയാത്ര ശ്രദ്ധേയമായി. കറാഫി നാഷണൽ കമ്പനിയുടെ ബയാൻ പാലസ് ക്യാമ്പിലാണ് ആനയും പുലിയും അണിനിരുന്ന ഘോഷയാത്ര അരങ്ങേറിയത്. മറുനാട്ടിലായതുകൊണ്ട് ആഘോഷങ്ങൾക്ക് ഒരു കുറവുണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധിക്കാരാണ് പ്രവാസികൾ. അതുകൊണ്ടാണ് പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നാണെങ്കിലും ആഘോഷങ്ങൾക്ക് പരമാവധി നിറക്കൊഴുപ്പേകാൻ അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത്. നാഷണൽ കറാഫി ബയാൻ പാലസ് ക്യാമ്പിലെ താമസക്കാർ തിരുവോണ ദിനത്തിലൊരുക്കിയ ഘോഷയാത്ര ഒരേ സമയം വർണ്ണശബളവും കേരളത്തിലെ ഓണാഘോഷത്തെ ഓർമ്മിപ്പിക്കുന്നതുമായി. മാവേലി, പുലിക്കളി, പൂക്കാവടി, മയൂരനൃത്തം, ചെണ്ടമേളം എന്നിവ ഘോഷയാത്രയിലെ ആകർഷണങ്ങളായിരുന്നു. പഴവസ്തുക്കൾ ഉപയോഗിച്ച് ക്യാമ്പിൽ തന്നെ ഉണ്ടാക്കിയ കുട്ടിക്കൊമ്പനും ഘോഷയാത്രക്ക് അകമ്പടി സേവിച്ചു. ഉത്രാട ദിനത്തിൽ തുടങ്ങിയ ആഘോഷത്തിൽ വടംവലി ഉൾപ്പെടെ നിരവധി മത്സര ഇനങ്ങളും ഒരുക്കിയിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാനിലും മലയാളികൾ ഓണം ആഘോഷിച്ചു. ലേബർ ക്യാമ്പുകളിലും വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും നടന്ന ആഘോഷങ്ങൾ കൂടുതൽ കേരള തനിമയുള്ളതായിരുന്നു.
അവധി ദിവസമെത്തിയ തിരുവോണത്തെ ലേബർ ക്യാമ്പുകളും ബാച്ചിലർ അക്കോമഡേഷനുകളും ഉത്സവഭരിതമാക്കി. ക്യാമ്പുകളിൽ രാവിലെ തന്നെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ വിവിധ രാജ്യക്കാരും പങ്കാളികളായി. നാട്ടിലെ ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞാണ് ഓണം ആഘോഷിക്കുന്നതെങ്കിലും വിശാലമായ സൗഹൃദത്താലും കൂട്ടായ്മയിലും അതൊക്കെ മറക്കുന്നതായി ഇവർ പറഞ്ഞു. തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മുടെ കുടുംബക്കാരെ, വീട്ടുകാരെ, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ ചുറ്റുപാടിനെ, സമൂഹത്തെ എല്ലാം ഒരു കേരള തനിമയെ തന്നെ മിസ്സാവുന്നുള്ള രീതിയിലാണ്. സലാലയിൽ മഴക്കാലത്തോടനുബന്ധിച്ചാണ് ഓണം എത്തിയത്. അതിനാൽ തന്നെ ആഘോഷത്തിനാവശ്യമായ എല്ലാ വിഭവങ്ങളും ഇവിടെ തന്നെ ലഭ്യമായി. കൂടുതൽ കേരള തനിമയാർന്ന ആഘോഷമാണ് ഇവിടെ നടന്നത്. ഒത്തുകൂടി പാട്ടുപാടി ഇവർ ഓണത്തെ കെങ്കേമമാക്കി. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം കെ എ സലാഹുദ്ദീൻ, മീഡിയ 1 സലാല. ആഘോഷിക്കാൻ അവധി ദിവസമായ വെള്ളിയാഴ്ചകൾ മാത്രമുള്ള പ്രവാസികൾക്ക് അപൂർവ ഭാഗ്യമായി വെള്ളിയാഴ്ച തന്നെ തിരുവോണം എത്തിയ സന്തോഷം അതിരുകളില്ലാത്തതാണ്. നാട്ടിൽ ഓണം കൂടുന്ന കുടുംബങ്ങളുടെ സന്തോഷത്തിനൊപ്പം പ്രവാസ മണ്ണിലും അവർ ഓണം ആഘോഷിച്ചു. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ പ്രവാസികൾ ഓണം ആഘോഷിച്ചു. കൂട്ടുകാരും ബന്ധുക്കളുമൊത്ത് ഒത്തുകൂടി സന്ധ്യയുണ്ടു. പായസം കുടിച്ച് ഓർമ്മകൾ പങ്കുവെക്കാനുള്ള ഒരു ദിനമായി പ്രവാസികൾ ഓണത്തെ മാറ്റി. ഇത്തവണ അവധി ദിവസത്തിൽ തന്നെ ഓണമെത്തിയതിന്റെ അധിക സന്തോഷത്തിലായിരുന്നു അവർ. തൊഴിലാളി ക്യാമ്പുകളിൽ ഒന്നിച്ച് താമസിക്കുന്ന മലയാളികൾ ഈ അവധി ദിവസത്തെ പൊടിപൂരമാക്കി. ലേബർ ക്യാമ്പുകളിൽ രാവിലെ മുതൽ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഒരു കെട്ടിടത്തിലുള്ള എല്ലാ മലയാളി കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഓണസദ്യ ഒരുക്കിയാണ് ആഘോഷം കൊണ്ടാടിയത്. മറുനാട്ടിലായാലും മലയാള നാട്ടിലായാലും ഓണം എന്നും മലയാളിയുടെ മനസ്സിലുണ്ട്. ഇവിടെ വിപുലമായ ഒരു ഓണസദ്യയോടുകൂടി ഓണപ്പുടവയെടുത്ത് ഞങ്ങളെല്ലാവരും ഈ ഫ്ലാറ്റിലെ എല്ലാ മലയാളികളും ചേർന്ന് ഓണം ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാ മലയാളികൾക്കും മറുനാടൻ മലയാളികളുടെ പേരിൽ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ നേരുന്നു. ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് സെന്ററുകളും മലയാളിയുടെ ദേശീയ ആഘോഷത്തെ മുന്നിൽ കണ്ട് വിഭവങ്ങളെല്ലാം ഒരുക്കിവെച്ചിട്ടുണ്ടായിരുന്നു. നാടിനേക്കാൾ സമൃദ്ധമായി വാഴയിലയും പച്ചക്കറികളും ഇത്തവണ ലഭ്യമായിരുന്നു. ഓണവിപണിയിൽ കസവ് വസ്ത്രങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ഓണവിപണിയിലെ വസ്ത്രങ്ങളും മാറിയിട്ടുണ്ട്. കുടുംബവുമൊത്ത് താമസിക്കുന്നവർ അധികവും ബന്ധുക്കൾക്കും മറുനാട്ടുകാരായ അയൽക്കാർക്കും ഓണം പകർന്നുകൊടുത്തു. മീഡിയ 1 ദമാം. ഉത്രാട ദിനമായ ഇന്നലെ തന്നെ ഓണസദ്യയും മറ്റ് ആഘോഷ പരിപാടികളുമായി UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ഓണപരിപാടികൾ ആരംഭിച്ചിരുന്നു. വിവിധ കൂട്ടായ്മകളുടെയും ഷോപ്പുകളുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. മാവേലിയെ അണിയിച്ചൊരുക്കിയായിരുന്നു ഷാർജ ബുത്തീനയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓണത്തെ വരവേറ്റത്. പൂക്കളമൊരുക്കി കടയിലെത്തുന്ന മലയാളികൾക്ക് പുതിയൊരു ഓണാനുഭവം സമ്മാനിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു നെസ്റ്റോ ഉടമകൾ. ഓണത്തിന് അണിഞ്ഞൊരുങ്ങാനുള്ള കേരളീയ തനിമയുള്ള മുണ്ടും പുടവയും സദ്യക്കായുള്ള പച്ചക്കറികൾ ഉൾപ്പെടുന്ന ഭക്ഷണ സാധനങ്ങളും മലയാളികൾക്കായി ഇവിടെ പ്രത്യേകം ഒരുക്കിയിരുന്നു. കെനിയക്കാരിയെ ഓണക്കോടി ഉടുപ്പിച്ചായിരുന്നു ദുബായ് ബിസിനസ് ബേയിലെ ഒന്റാരിയോ ആയുർവേദിക് സെന്റർ ഓണാഘോഷം വ്യത്യസ്തമാക്കിയത്. ഇതിനു പുറമെ പൂക്കളമിട്ടും സദ്യ വിളമ്പിയും മറ്റു ദേശക്കാരെയും ഒന്റാരിയോ ഓണാഘോഷത്തിൽ ഭാഗവാക്കാക്കി. ദുബൈയിലെ ബർദുബൈ മലബാർ ഗോൾഡ് ഷോറൂമിലെ ജോലിക്കാരും പൂക്കളമൊരുക്കി ഓണത്തെ വരവേറ്റു. വെള്ളിയാഴ്ച എത്തിയ തിരുവോണ ദിനത്തിൽ വ്യത്യസ്ത കൂട്ടായ്മകളുടെയും ഷോപ്പുകളുടെയും നേതൃത്വത്തിൽ വിവിധ ഓണാഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. മീഡിയ 1 ദുബൈ. തിരുവോണമാണെങ്കിലും ദുബൈയിലെ ഹോട്ടലുകൾക്കിന്ന് ഉത്രാടപ്പാച്ചലിന്റെ ദിനമായിരുന്നു. 25-ലേറെ കറിക്കൂട്ടുകളും വിവിധതരം പായസവുമായി മലയാളി പ്രവാസികളെ സദ്യയൂട്ടാനുള്ള തിരക്കിലായിരുന്നു എല്ലാ ഹോട്ടലുകളിലും കണ്ടത്. തൂഷനിലയിൽ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യയില്ലാതെ എന്ത് ഓണമെന്ന് ചോദിക്കുന്നവരാണല്ലോ മലയാളികൾ. അതുകൊണ്ട് തന്നെ അത്തം 10 മുതൽ സദ്യ ഒരുക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് ദുബൈയിലെ ഹോട്ടലുകൾ. 25-ലധികം കറിക്കൂട്ടുകളും 3 തരം പായസങ്ങളും ഒരുക്കി എല്ലാ റെസ്റ്റോറന്റുകളും നേരത്തെ തന്നെ റെഡി. കുടുംബങ്ങളടങ്ങുന്ന പ്രവാസി മലയാളികൾ ഓണസദ്യക്കായി ഹോട്ടലുകളിലേക്ക് നടത്തുന്ന ഉത്രാടപ്പാച്ചിലാണ് അടുത്ത കാഴ്ച. ഓണാഘോഷം വളരെ നന്നായിട്ടുണ്ട്. ദുബായ് ആണെന്ന് തോന്നുന്നില്ല, വീട്ടിലെ ഫീല് നാട്ടിലെയൊക്കെ. ഇപ്പൊ നാട്ടിലാർക്കും ഒന്നിനും സമയമില്ലല്ലോ, ഇപ്പൊ എല്ലാവരും ബിസിയല്ലേ. അപ്പൊ ഇവിടെയാണ് കുറച്ചുകൂടെ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ദുബൈയിലെ മലയാളി റെസ്റ്റോറന്റുകൾ മത്സരിച്ചാണ് ഓണസദ്യ ഒരുക്കുന്നത്. പല പ്രമുഖ ഹോട്ടലുകളിലും മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഓണസദ്യ വിതരണം ചെയ്യുന്നത്. മലയാളികൾ ഓണാഘോഷത്തിന് ഹോട്ടലുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
ഞങ്ങളിപ്പോൾ 3 ദിവസമായിട്ട് ഓണസദ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം, വെള്ളി, ശനിയാഴ്ചയും കൂടി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നല്ല ബൾക്ക് ഓർഡറുകളുണ്ട്, സെപ്പറേറ്റ് പാർസൽ വേറെ ചെയ്യുന്നുണ്ട്. അതുപോലത്തെ നല്ല റഷാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനെക്കാട്ടും ഡബിൾ ആയിട്ടുണ്ട് പ്രാവശ്യം. തിരുവോണ നാൾ കൂടാതെ അത്തം മുതൽ ഉത്രാടം വരെ തന്നെ നമ്മളൊരു സദ്യ വിളമ്പിക്കൊണ്ടായിരുന്നു നമ്മൾ ഈ ഓണത്തെ സ്വാഗതം ചെയ്തേക്കുന്നത്. നമ്മുടെ ഒരാഴ്ചയായിട്ട് ഓണാഘോഷം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ നമ്മുടെ ഈ തിരക്കും ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 40 മുതൽ 60 ദിർഹം വരെയാണ് പലയിടത്തും സദ്യക്ക് ഈടാക്കുന്നത്. ഇവിടെ മലയാളിയുടെ സദ്യമോഹങ്ങൾ ഹോട്ടലുകൾക്ക് വൻ കൊയ്ത്തിനുള്ള അവസരം കൂടിയാവുകയാണ്. മീഡിയ 1 ദുബായ്. മലയാളത്തെ അന്താരാഷ്ട്ര ഭാഷയാക്കിയവരാണ് ഗൾഫ് മലയാളികൾ. വിവിധ രാജ്യങ്ങൾക്കൊപ്പം ഓണം ആഘോഷിച്ച് മഹാബലിയെയും ഓണത്തെയും അന്താരാഷ്ട്ര തലത്തിലെത്തിക്കുകയാണ് പ്രവാസ ലോകത്തെ മലയാളികൾ. അറബികൾ മുതൽ ആഫ്രിക്കക്കാർ വരെ അടപ്രഥമന്റെ അടിമയാകുന്ന ദിവസമാണിന്ന്. അറബി പെൺകൊടികളും ഫിലിപ്പിനകളും മലയാളി മങ്കയെപ്പോലെ കസവ് ചുറ്റി സുന്ദരിയാകുന്ന ദിവസം. മനുഷ്യരെല്ലാം ഒന്നായി ജീവിച്ച മാവേലി നാടിന്റെ കഥ കേട്ട് ചൈനക്കാരും റഷ്യക്കാരും നെടുവീർപ്പെടുന്ന ദിവസം. സദ്യയുടെ രുചിവൈവിധ്യം നാക്കിലും നെഞ്ചിലുമേറ്റി മലയാളിക്കൊപ്പം അടുത്ത ചിങ്ങമാസത്തെ കാത്തിരിക്കുന്നു ഇവിടെ പലരും. കള്ളപ്പറയും ചെറുനാഴിയും മാത്രമല്ല, രാജ്യത്തിന്റെ അതിർത്തികൾ വരെ മാഞ്ഞ് ഇല്ലാതാവുകയാണ് ഗൾഫ് മണ്ണിലെ ഓണപ്പെരുക്കത്തിൽ. പാതാളം മുതൽ കേരളം വരെയാണ് വാമനൻ അനുവദിച്ചെങ്കിലും മഹാബലി ഗൾഫിലെത്താറുണ്ട്. ഇവിടെ മഹാബലി അന്താരാഷ്ട്ര ചക്രവർത്തിയാണ്. ഓണം ആഗോള മഹോത്സവവും. ഗൾഫ് മീഡിയ 1 ടീമിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ. ഓണാഘോഷത്തോടനുബന്ധിച്ച് സലാല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അത്തപ്പൂക്കള മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ പ്രജിത്തും സംഘവും വിജയികളായി. 8 ടീമുകൾ പങ്കെടുത്ത അത്തപ്പൂക്കള മത്സരം ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേകമായി ഒരുക്കിയ വേദിയിലാണ് നടന്നത്. ഖരീഫ് സീസണിൽ സലാലയിലെ തോട്ടങ്ങളിലും മലനിരകളിലും വിരിഞ്ഞ പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളങ്ങൾ ഒരുക്കിയത്. അരിപ്പൂ, ജമന്തി, ചെത്തിപ്പൂ, ചെണ്ടുമല്ലി, വാടാമല്ലി, മല്ലികപ്പൂ തുടങ്ങി വിവിധ ഇനം പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളങ്ങൾ തീർത്തത്. മത്സരത്തിൽ പ്രജിത്തും സംഘവും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ പൂക്കളിൽ അധികവും ഞങ്ങളിവിടെ സലാലയിലെ പരിസരങ്ങളിൽ നിന്നാണ് ശേഖരിച്ചിട്ടുള്ളത്. കുറേ പൂക്കൾ വയലിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ സൈഡുകളിൽ, ഈ റോഡിൻ്റെ സൈഡുകളിലൊക്കെ വളർത്തി വെച്ചിരിക്കുന്നതാണ് ഈ അരിപ്പൂവൊക്കെ ശേഖരിച്ചിരിക്കുന്നത്. സനീഷും സംഘവും 2ാം സ്ഥാനവും ജൂലിയും സംഘവും 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ജനറൽ മാനേജർ ഉണ്ണികൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പായസ മത്സരവും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. സജീവൻ, ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. ബഹ്റൈൻ കമ്മിറ്റി നടപ്പിലാക്കുന്ന ബൈത്തുറഹ്മ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം കോഴിക്കോട് നടന്നു. 15 വീടുകളുടെ താക്കോൽദാനമാണ് നടന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എംപി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രവാസികൾക്കിടയിൽ സാമൂഹ്യരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സലാം അമ്മാട്ടുമുലയെ ചടങ്ങിൽ ആദരിച്ചു. അറബിക് സർവകലാശാല സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രചാരണ പരിപാടികൾക്കായി SKSSF ജാഗ്രതാ സമിതി രൂപീകരിച്ചു. അറബിക് സർവകലാശാലയുടെ കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമുണ്ടായില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാനാണ് സംഘടനയുടെ തീരുമാനം. അറബിക് സർവകലാശാല അട്ടിമറിക്കാൻ കോൺഗ്രസും സർക്കാരിലെ ഉദ്യോഗസ്ഥ ലോബിയും ശ്രമിക്കുന്നുവെന്നാണ് സമസ്ത EK വിഭാഗത്തിന്റെ ആക്ഷേപം. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നിസ്സഹായത അറിയിച്ചതിനാൽ ശക്തമായ പ്രചാരണ പരിപാടികൾ ആരംഭിക്കാനാണ് സംസ്ഥയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് SKSSF ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. അറബിക് സർവകലാശാല രൂപീകരണം വർഗീയവൽക്കരിക്കുന്ന വിധം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പ്രചരിക്കുകയും വിവാദമാവുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ചുള്ള നിജസ്ഥിതിയും നിലപാടും വിശദീകരിക്കുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അറബിക് സർവകലാശാലയ്ക്കായി സെപ്റ്റംബർ 1 മുഖ്യമന്ത്രിക്ക് 1,00,000 ഇമെയിലുകൾ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ അയക്കും. സർക്കാരിൽ നിന്ന് വ്യക്തമായ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും കോൺഗ്രസിനെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കാനുമാണ് സംഘടനയുടെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്. ഈ വിഷയമാണ് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ SYS സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. TP ശ്രീനിവാസൻ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ, കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് കുവൈത്ത് അംഗം ഫൈസൽ മഞ്ചേരി, അദ്ദേഹം കുവൈത്തിൽ നിന്നും സ്കൈപ്പ് വഴി തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കും. KT ജലീൽ MLA-യും ഒപ്പം കേരള കോൺഗ്രസ് എം നേതാവ് ആന്റണി രാജുവിനെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ആരാണ്
അറബിക് സർവകലാശാല അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് അവരുടെ ആവശ്യം? ചില ഉദ്യോഗസ്ഥ ലോബിയാണ് ഇതിൻ്റെ പ്രധാനമായും ഇതിൻ്റെ പിന്നിൽ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അറബിക് സർവകലാശാല എന്നത് കേവലം ഒരു മതവിഭാഗത്തിൻ്റെ സർവകലാശാലയായിക്കൊണ്ടല്ല വിഭാവനം ചെയ്യേണ്ടത്. കേരളത്തിൽ നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകൾ, അനന്ത സാധ്യതയുള്ള, ഗൾഫിലും അതുപോലെ തന്നെ നാട്ടിലും ഒരുപോലെ അനന്ത സാധ്യതയുള്ള ഒരു ഭാഷയാണ് അറബി. ഇത് കേവലം ഒരു പ്രത്യേക മതത്തിൻ്റെയോ പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഭാഷയല്ല. ആ ഒരു അർത്ഥത്തിൽ ഇതിനെ കാണാൻ വേണ്ടി ചില നിഗൂഢ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ നിഗൂഢ ശക്തികൾക്ക് പിന്നിൽ പ്രത്യേകിച്ചുകൊണ്ട് ബ്യൂറോക്രാറ്റുകളായ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ചില വമ്പൻ സ്രാവുകൾ ഈ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ആസൂത്രമായി ശ്രമിക്കുകയാണ്. രാഷ്ട്രീയം തന്നെയാണോ ഈ നിഗൂഢ ശക്തികൾ ഇതിനുള്ള കാരണം? രാഷ്ട്രീയത്തോടൊപ്പം വർഗീയതയും ഇതിൻ്റെ പിന്നിലുണ്ട്, ബ്യൂറോക്രസി ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കളിയാണ് ഈ സർവകലാശാലയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ടി പി ശ്രീനിവാസൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, താങ്കൾ കൂടി അധ്യക്ഷനായ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലാണ് 8 മാസങ്ങൾക്ക് മുമ്പ് അറബിക് സർവകലാശാലയ്ക്കായി നിർദ്ദേശം, ഒരു ശുപാർശ സർക്കാരിൽ വെച്ചത്, കേരള സംസ്ഥാന സർക്കാരിൽ വെച്ചത്. അങ്ങനെ ഒരു അറബിക് സർവകലാശാല തുടങ്ങേണ്ട ആവശ്യം, അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഞാനത് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് തന്നെ എനിക്കറിയില്ലായിരുന്നു ഇതിനു മുമ്പ് അറബിക് സർവകലാശാലയുടെ ഒരു നിർദ്ദേശം UDF നിന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആദ്യമുണ്ടാക്കിയ അറബിക് കമ്മിറ്റി, ഞങ്ങളുടെ കൗൺസിലുണ്ടായ അറബിക് സ്റ്റഡീസിനെ പറ്റിയുള്ള കമ്മിറ്റിയിൽ ഇത് ഒരു ഐറ്റം ആയിരുന്നില്ല. അപ്പൊ ആ കമ്മിറ്റിയുമായിട്ട് ആദ്യം ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം, ഇത് അറബിക് സ്റ്റഡീസിനെ പറ്റി മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, ഒരു ഇന്റർനാഷണൽ അറബിക് യൂണിവേഴ്സിറ്റിയെ പറ്റി തന്നെ ചിന്തിക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചത്. അതിനെ തുടർന്നാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അതിന്റെ ഒരു പഠനം നടത്തിയതും പല സന്ദർശനങ്ങളും അറബിക് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷം ഇന്ന് തീർച്ചയായും ഒരു സാധ്യതയുണ്ട് എന്ന് ആ കമ്മിറ്റി കാണുകയും അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അത് ഗവൺമെന്റ് സമർപ്പിക്കുകയാണ് ചെയ്തത്. എന്റെ അഭിപ്രായത്തിൽ അറബ് സർവകലാശാലയെ നമുക്ക് ഒരിക്കലും ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ ഒരു പ്രദേശത്തിന്റെയോ മാത്രം ഒരു ഒരു വെൽത്ത് ആണെന്ന് കണക്കാക്കാൻ പറ്റില്ല. അർത്ഥത്തിൽ അതിന്റെ ഉപയോഗം നമ്മളും അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഒരു ഇന്ത്യയും അറബ് രാജ്യങ്ങളുമായി ഇതുവരെ ഉണ്ടായിരുന്ന ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പിന് മുന്നിലേക്ക് ഒരു നയതന്ത്രപരമായ ബന്ധം സ്ഥാപിക്കണം എന്നാണ് ശ്രീ നരേന്ദ്രമോദി ഇത്തവണ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പോയപ്പോൾ പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു തന്ത്രപരമായ ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ശക്തമായ ഒരു ലിങ്ക് ആയി നമുക്ക് അറബിക് പഠനത്തെ കാണാൻ കഴിയും. റൈറ്റ്, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. കേരള കോൺഗ്രസ് എം നേതാവ് ആന്റണി രാജു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആന്റണി രാജു, നേരത്തെ ടി പി ശ്രീനിവാസനും ഒപ്പം മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചത് ഒരു അറബിക് സർവകലാശാല കേരളത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ വിഷയം മുട്ടി നിൽക്കുന്നത്, ഏറ്റവും ഒടുവിൽ പ്രകടമായിരിക്കുന്ന തടസ്സം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ്. ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു പച്ചക്കൊടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് SYSന്റെ ഭാഗത്തു നിന്നും അത് ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രധാന ആരോപണം. അറബിക് സർവകലാശാലയുടെ കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് 100% യോജിപ്പും, അങ്ങനെ ഒരു അറബിക് സർവകലാശാല കേരളത്തിന് വേണ്ടതെന്നുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ഇന്നത്തെ അന്താരാഷ്ട്ര തലത്തിൽ അറബിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് അറബിക് സർവകലാശാല കേരളത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ ഇവിടെയുള്ള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ, ഒരു പുതിയ സാമ്പത്തികമായിട്ടുള്ള ഒരു ആവശ്യം ഉയർന്നു വരുമ്പോൾ ധനകാര്യ വകുപ്പിനോട് ചോദിക്കുമ്പോൾ ആ ധനകാര്യ സ്ഥിതി അറിയിക്കേണ്ട ബാധ്യത ധനകാര്യ വകുപ്പിനുണ്ട്. ഇതിൽ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് ക്യാബിനറ്റാണ്. അതുകൊണ്ട് ക്യാബിനറ്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ
ധനകാര്യ വകുപ്പിന് അക്കാര്യത്തിൽ മറിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ധനസ്ഥിതിയെക്കുറിച്ച് ഒരു പുതിയ പ്രപ്പോസൽസ് വരുമ്പോൾ ധനസ്ഥിതിയെക്കുറിച്ച് അതിന്റെ സാമ്പത്തികമായ വരുംവരായികളെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ധനകാര്യ വകുപ്പിനാണ്. ആ വകുപ്പ് അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ഇത് ആത്യന്തികമായി ഈ പൊസിഷൻ ധനകാര്യ വകുപ്പ് ക്യാബിനറ്റിനെ അറിയിക്കുമ്പോൾ ക്യാബിനറ്റ് ഇതെല്ലാം അവലോകനം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ഇത്ര രൂപ മാറ്റിവെക്കണമെന്ന് ക്യാബിനറ്റ് ഒന്നടക്കം തീരുമാനിച്ചാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിന്റെ മറ്റേതൊരു വകുപ്പിന്റെ ചുമതല. അതുകൊണ്ട് ഇതിനെ ധനകാര്യ വകുപ്പിന്റെ എതിർപ്പുകൊണ്ടാണ് ഇത് വൈകുന്നതെന്നുള്ള ആക്ഷേപത്തിന് ശ്രീ ആന്റണി രാജു, ഈ സർക്കാർ അതിന്റെ അവസാന ഘട്ടത്തിലാണ്, എങ്ങനെ പണം കണ്ടെത്താനാകും എന്ന് തന്നെയാണ് ധനകാര്യ വകുപ്പ് ചോദിക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് അതിനും ഒരു പരിഹാരം കണ്ടെത്തി അതിനൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ അറബി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ഏജൻസികളിൽ നിന്നും പണം കണ്ടെത്താനാകുമെന്ന ഒരു നിർദ്ദേശവും വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ രണ്ട് വകുപ്പുകൾക്കിടയിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടോ, ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തടസ്സമുണ്ടോ എന്നതാണ് സംശയം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ ഒരു തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി 100% യോജിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടും ഒന്നിലധികം വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അക്കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ട ക്യാബിനറ്റാണ്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ ഈ വിഷയം ക്യാബിനറ്റിൽ കൊണ്ടുകൊണ്ട് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. കുവൈത്തിൽ നിന്നും ഫൈസൽ മഞ്ചേരി, കേരള ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ മെമ്പറാണ് അദ്ദേഹം സ്കൈപ്പിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ഫൈസൽ മഞ്ചേരി, ഇവിടെ ഈ സമയം മുഴുവൻ നമ്മുടെ അതിഥികൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ താങ്കൾ കേട്ടുകാണും എന്ന് കരുതുന്നു. ആരാണ് അറബിക് സർവകലാശാലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ സമസ്ത ആരോപിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ? അങ്ങനെ ആ നിഗൂഢ ശക്തികളുടെ ആവശ്യം എന്താണ്? അങ്ങനെ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്താണ് അതിന്റെ തെറ്റ് എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ? സാധാരണ പറയാറുണ്ട്, രാഷ്ട്രീയക്കാർ നാളത്തെ വോട്ട് മാത്രമാണ് കാണുന്നത്, രാജ്യതന്ത്രജ്ഞർ ഭാവി തലമുറയെ, നാളത്തെ തലമുറയെയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൽ എതിർപ്പുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ വരെ പറയുന്നു ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, അറബി സർവകലാശാല വരികയാണ് വേണ്ടത്, ഞങ്ങളുടെ ഭാഗത്ത് ഒരു തടസ്സവുമില്ല, അത് വരല് അത്യാവശ്യമാണ്, വരികയാണ് വേണ്ടത് എന്നവർ പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് ഈ വരികൾക്കിടയിലൂടെ, ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ കോലാഹലത്തിനിടയിലൂടെ വീക്ഷിച്ചാൽ കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ ആളുകളുടെ മനസ്സ് എത്രമേൽ വർഗീയമായിരിക്കുന്നു എന്നതിൻ്റെ കൂടി ഒരു പ്രതിഫലനമായിട്ട് ഈ അറബി സർവകലാശാലയുടെ വിവാദം നമുക്ക് എടുക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ അറബി എന്ന് പറയുന്ന ഭാഷ ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഭാഷയല്ല. ഈജിപ്ത് എന്ന് പറയുന്നത് ഒരു അറബി നാടാണ്. അവിടെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്രിസ്ത്യാനികൾ, അവരുടെ ഭാഷ അറബിയാണ്. ഇങ്ങനെ അറബി സംസാരിക്കുന്ന അറബി രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഗൾഫ് നാടുകളിലേക്ക് വന്നാൽ ഈ അറബി ഭാഷ ഉപകാരപ്പെടുന്നത് മലയാളികൾ ഒരുപാട്, മൊത്തത്തിൽ മലയാളികൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടൊരു ഭാഷയെ ഭാഷയായി കാണുകയും ആ ഭാഷ അഭ്യസിക്കുന്നത് വിദ്യാഭ്യാസമായി കാണുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ആളുകൾ ചെയ്യേണ്ടത്. പിന്നീട് ഇവിടെ ധനവകുപ്പിൻ്റെതായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വിശദീകരണം, യഥാർത്ഥത്തിൽ നമ്മൾ മുൻഗണനാക്രമത്തിൽ ആദ്യമായി നീക്കിവെക്കേണ്ടത്, ആദ്യം കാണേണ്ട പണം, ആദ്യം വിഭവം സമാഹരിക്കേണ്ടത് തലമുറയെ വളർത്താനാണ്. അതുകൊണ്ട് അതിന് പണമില്ല എന്ന് പറയുന്നതിനപ്പുറം അതിന് നമുക്ക് പണം ഉണ്ടാക്കണം എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കേണ്ടത്. അതിനപ്പുറം ഇത് കേവലം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരവസ്ഥ വരുന്നത്, അങ്ങനെ ഒരവസ്ഥ വരുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറില്ല. ഞങ്ങളെല്ലാവരും അറബി സർവകലാശാലക്ക് അനുകൂലമാണ് എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിന്റെ ധനസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല എന്ന ഒരു മുടന്തൻ ന്യായം, യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ധനസ്ഥിതി അനുവദിക്കാൻ പാകത്തിൽ അതിനെ പാകപ്പെടുത്താൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാൽ കഴിയില്ലേ? നമ്മുടെ ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയില്ലേ? ഞാൻ വളരെ വ്യക്തമായി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. താങ്കൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗ് നിസ്സഹായമാണ് എന്ന് പറഞ്ഞു. എന്തിനാണ് മുസ്ലിം ലീഗ് നിസ്സഹായമായി നിൽക്കുന്നത്? മുസ്ലിം ലീഗ് വളരെ ശക്തമായി തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കേണ്ട സമയമല്ലേ ഇത്? വളരെ അനിവാര്യമായ ഇത് വിദ്യാഭ്യാസ കാര്യമാണെന്നും ഭാവി തലമുറയുടെ കാര്യമാണെന്നും അറിവിന്റെ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് വളരെ സ്റ്റേണായ നിലപാടെടുക്കുകയല്ലേ വേണ്ടത്? 5ാം മന്ത്രിക്ക് വേണ്ടി വളരെ കടുത്ത കർക്കശമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്? അപ്പോൾ എന്തുകൊണ്ട് വളരെ ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടി
അറബി ഭാഷയുടെ പുരോഗതിക്ക് വേണ്ടി, ഈ സർവകലാശാലയ്ക്ക് വേണ്ടി എന്തുകൊണ്ടും മുസ്ലിം ലീഗ് വളരെ ശക്തമായ നിലപാട് എടുക്കുന്നില്ല? പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. PTA റഹീം MLA അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PTA റഹീം, ഇപ്പോൾ അറബിക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ധനകാര്യ ഒപ്പം വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിലാണ് അടി. പക്ഷേ ഈ ഒരു പ്രപ്പോസൽ ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ LDF സർക്കാരാണ്. ഏറ്റവും ഒടുവിൽ അറബിക് സർവകലാശാലയ്ക്ക് മുന്നിൽ തടസ്സം നിൽക്കുന്നത് ആരാണ് എന്നാണ് LDF കരുതുന്നത്, വ്യക്തിപരമായി താങ്കൾ കരുതുന്നത്? ഇത് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇത് ഇനിയിപ്പം നടക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അത് പറയും ലീഗിന്റെ നേട്ടമാണെന്ന്. നടന്നിട്ടില്ലെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥന്മാരെ പഴിയായിരുന്നതിൽ അർത്ഥമില്ല. ഇപ്പോ 5ാം മന്ത്രി കിട്ടാൻ വേണ്ടി ലീഗ് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല? കാരണം ഇത് പ്രതിപക്ഷം ഇതിനെതിരല്ലല്ലോ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലോളി കമ്മിറ്റിയുടെ ശുപാർശയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇത്. ഇത്രയും സമയം ഇത് താമസിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനാണ്. കാരണം ഇപ്പോഴും സർവകലാശാല വരുന്നു എന്നും ആ ഇപ്പോഴും വന്നാൽ അറബിക്ക് കൂടി അതിൽ ഉൾപ്പെടും എന്നും പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ വിഷയം താമസിപ്പിച്ചത്. ഒരു പഞ്ചായത്ത് ഇലക്ഷന്റെ അടുത്ത് വരുന്നപ്പോഴാണ് ഇത് ഇപ്പോഴും പൊക്കിക്കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും സർവകലാശാലയിൽ അറബിയും ഇംഗ്ലീഷും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇത് ആവശ്യമില്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ്. ഈ പാലോളി കമ്മീഷൻ ശുപാർശയിൽ ഇത് പറഞ്ഞുപോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് മുസ്ലിം ലീഗ് ഇതുവരെ അത് എടുക്കാതിരുന്നത്. ഇഫ്ലു സർവകലാശാലയോടൊപ്പം അറബിക്ക് മതി എന്നുള്ള ഒരു സ്റ്റാൻഡ് നേരത്തെ സ്വീകരിച്ച മുസ്ലിം ലീഗ് ഇപ്പോഴാണ് ആ ഇഫ്ലു നടക്കാതിരുന്നപ്പോഴാണ് അറബി സർവകലാശാലയുടെ വിഷയത്തിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഇതേത് ഉദ്യോഗസ്ഥന്മാർ കുറ്റം പറയില്ല. ഉദ്യോഗസ്ഥന്മാർ പലതും ഫയൽ ചെയ്തു. അത് തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രീയ തീരുമാനമാണ്. ആ തീരുമാനം ലീഗിന് എടുപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ലീഗിന് ആത്മാർത്ഥത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതെങ്കിലും ഒരു വിഷയം ഇടതുപക്ഷമല്ലല്ലോ പറയുന്നത്, എല്ലാവരും ഏകകണ്ഠമായി പറയുന്ന ഒരു കാര്യം. മദ്യനയത്തിന്റെ കാര്യത്തിൽ പോലെ തന്നെ എല്ലാവരും ഏകകണ്ഠമായിട്ടാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നത്. ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ഉദ്യോഗസ്ഥന്മാർ തലയിട്ട് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല. ഉദ്യോഗസ്ഥന്മാർ പലതും ഫയൽ എഴുതും. അങ്ങനെ എഴുതുന്ന ഒരുപാട് ഫയലുകളിലുള്ള തീരുമാനങ്ങൾ പിന്നീട് ക്യാബിനറ്റ് എടുക്കുന്നുണ്ടല്ലോ. ആ ക്യാബിനറ്റ് എടുക്കാതിരിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സെക്രട്ടറിയെ ഒരു ബ്യൂറോക്രാറ്റിന്റെ മോഡിൽ കുറ്റം ചാർത്തി രക്ഷപ്പെടാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റായ ഒരു നടപടിയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായ സമീപനം ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു പരാതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല. ഇവിടെ ഈ വിഷയത്തിൽ സംഭവിച്ചത് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ കേരള കൗൺസിലിൻ്റെ പ്രതിനിധി പറഞ്ഞു, 2 വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇത് സംബന്ധമായി ഈ വിഷയം സബ്ജക്റ്റ് സംബന്ധമായി ഇതിൻ്റെ 2 സെക്രട്ടറിമാർ അബ്രഹാമും അതുപോലെ തന്നെ ജിജി തോംസണും എഴുതിയ റിപ്പോർട്ടിലെ പരാമർശം വളരെ അപകടം നിറഞ്ഞ കേരളത്തിൻ്റെ മതകീയ മണ്ഡലങ്ങളിൽ കൂടുതൽ വിഭാഗീയത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടാണ് ഇതിൻ്റെ നോട്ടിൽ ഇവർ 2 പേരും എഴുതി ചേർത്തത്. ആ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് കൃത്യമായ അതിൽ താല്പര്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. വളരെ പ്രധാനമായി നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം അതാണ്. രണ്ടാമത് ഇവിടെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എന്ന്. ധനകാര്യം സ്വാഭാവികമാണ്, അങ്ങനെ അവസ്ഥ ഉണ്ടാവാറുണ്ട്, പദ്ധതി മാറ്റിവെക്കാറുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി മാത്രമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം 200ഓളം സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപ ബാധ്യത വരുന്ന സ്കൂളുകൾക്ക് ഈ അടുത്ത കാലത്ത് സർക്കാർ അനുമതി നൽകി, ധനകാര്യ വകുപ്പ് അനുമതി നൽകി. അതുപോലെ തന്നെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പല ഉടക്കുകളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് AIP സ്കൂളുകൾ, ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം പ്രകാരമുള്ള സ്കൂളുകളുടെ വിഷയം, അതുപോലെ തന്നെ UGCയുമായി ബന്ധപ്പെട്ട് അറബി കോളേജ് UGCയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതിലൊക്കെ പല തവണ ഉടക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധനകാര്യ വകുപ്പ് പ്രത്യേകിച്ച് ഒരു ഉടക്കുകൾ വെക്കുന്ന സമീപനം 1ഉം 2ഉമല്ല പലതും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിൽ മറ്റു പദ്ധതികളൊക്കെ കൂടെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ട ഒരു വിഷയം, അവർ മുന്നോട്ട് വെച്ചൊരു വിഷയം. അത് കേരളത്തിലെ മൊത്തം ജനത, ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനോ വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ ഭാവി നേരിൽ കാണുന്ന മുഴുവൻ ജനതയുടെയും ഒരു ആവശ്യമാണിത്. അപ്പോൾ അതിന് സമ്പത്ത് കണ്ടെത്തേണ്ടത് ആരാണ്? ധനകാര്യ വകുപ്പാണ്, പ്രത്യേകിച്ച് ഇത് വിദ്യാഭ്യാസമാണ്. തീർച്ചയായും അക്കാര്യത്തിൽ ഒരു ചർച്ച ആവശ്യം തന്നെയാണ്. എൻ്റെ ചോദ്യം, ലീഗ് ഇതിലൊരു നിസ്സഹായത പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിസ്സഹായരാണോ ലീഗ് ഈ വിഷയത്തിൽ? ലീഗ് നിസ്സഹായരാവേണ്ടതില്ല. കൃത്യമായി ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് വ്യക്തമാക്കേണ്ടതാണ്.
എന്നാൽ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ലീഗിന്റെ പുറത്ത് മാത്രം ഇട്ടുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതിൽ ഡബിൾ റോൾ ചില ആളുകൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ LDF ജനറൽ സെക്രട്ടറി, CPM ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പിന്നെ ഞങ്ങളിത് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ്. പാലോളി കമ്മിറ്റി നിർദ്ദേശിച്ച ഒരു വിഷയം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പത്രപ്രതിനിധി ചോദിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ കളികൾ കളിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ആവശ്യത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിട്ടില്ല. ശ്രീ ആന്റണി രാജു, KM മാണി കേരളത്തിന്റെ ധനകാര്യമന്ത്രി, ജിജി തോംസൺ ചീഫ് സെക്രട്ടറി, KM അബ്രഹാം ഫിനാൻസ് സെക്രട്ടറി, ഈ 3 പേരും അടങ്ങിയ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നാണ് ഏറ്റവും ഒടുവിൽ ഇതിന്റെ തടസ്സമെന്ന് സമസ്ത ആരോപിക്കുന്നു. അതിലും അപ്പുറത്തെ ഏറ്റവും വലിയൊരു വിഷയം ചീഫ് സെക്രട്ടറി പറയുന്നു, കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ വർഗീയത ആളിക്കത്തിക്കാനേ സർവകലാശാല വരുന്നത് കൊണ്ട് ഉപകരിക്കൂവെന്ന്. ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകള് ഈ യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാവി അപകടത്തിലാക്കുവാനുള്ള ബോധപൂർവമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ വർഗീയമായി കാണേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അറബിക് ഭാഷ എന്ന് പറയുന്നത് ഏതെങ്കിലും സമുദായത്തിന്റെ മാത്രം കുത്തക ഭാഷയായി ആരും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട മലയാളികളും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരെ ആശയവിനിമയം നടത്തുന്ന ഒരു ഭാഷയായി കൂടി ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഭാഷയാണ് അറബിക് ഭാഷ. അതുകൊണ്ട് അതിനെ വർഗീയവൽക്കരിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് സങ്കുചിതമായ മനസ്സോടുകൂടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്ത ഒരു പുതിയ നിർദ്ദേശം ഏത് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ ഇപ്പൊ ഉദാഹരണം ട്രാൻസ്പോർട്ട് വകുപ്പ് ഇടക്കാലത്ത് 200 കോടി രൂപ ആവശ്യപ്പെട്ടു. ബഡ്ജറ്റ് വിഹിതത്തിനപ്പുറമാണ് ഇലക്ട്രിസിറ്റി വകുപ്പ് ആവശ്യപ്പെട്ടു. പക്ഷെ അത് സ്വാഭാവികമായിട്ടും ധനകാര്യ വകുപ്പ് അതിന്റെ ഒബ്ജക്ഷൻസ് എഴുതാറുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായ ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. ധനവകുപ്പ് ഇപ്പോഴത്തെ നിജസ്ഥിതി ധനകാര്യ വകുപ്പിന്റെ ധനകാര്യ പൊസിഷൻ, സാമ്പത്തികമായ പൊസിഷൻ അറിയിക്കും. അപ്പൊ അതേപടി അംഗീകരിക്കുകയല്ല രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്. ഏത് വകുപ്പിന്റെ കീഴിലാണോ ഇത്തരം പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നത്, ആ വകുപ്പിന് ആ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകള് അത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് അംഗീകരിപ്പിച്ച് പാസ്സായി കൊണ്ടുപോകാൻ ചെയ്യേണ്ടത്. ശ്രീ TP ശ്രീനിവാസൻ, താങ്കളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വെച്ച ഒരു ശുപാർശ, വളരെ പ്രതീക്ഷ മാത്രമേ ഇതിൽ കണ്ടിട്ടുള്ളൂ. താങ്കൾ നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ചീഫ് സെക്രട്ടറിയെ പോലെയുള്ള, ജിജി തോംസനെ പോലെയുള്ള ഒരാൾ പറയുന്നു കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന്. അങ്ങനെ ഒരു വിവാദം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ? ഇല്ല, ഞങ്ങൾ ധാരാളം നിർദ്ദേശങ്ങൾ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനേക്കാളും മുമ്പ് കഴിഞ്ഞ 4 വർഷം വളരെ പ്രധാനമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഗവൺമെന്റിലേക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രമേ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ഗവൺമെന്റിന്റെ ചോദ്യം അവരുടെ പ്രയോറിറ്റീസ്, അതിനുള്ള ധനം കണ്ടുപിടിക്കുക, ഇതൊക്കെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഞങ്ങൾ അതിന്റെ ഗുണങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന ഇന്ത്യക്ക് പൊതുവെ, കേരളത്തിന് മാത്രമല്ല, ഉണ്ടാകാവുന്ന ബെനിഫിറ്റ്സിനെ പറ്റി പഠിക്കുകയും അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം വയ്ക്കുകയുമാണ് മാത്രമാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചു എന്ന് അറിയുന്നത് അത് സ്ഥാപിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ അങ്ങനെ അതുപോലെ മുമ്പോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും പോലെ ഈ നിർദ്ദേശവും ഗവൺമെന്റ് ശരിയായി പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കുള്ളത്. പക്ഷെ എന്താണ് അതിനുശേഷം സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് യാതൊരു രൂപവും. റൈറ്റ്. ശ്രീ ഫൈസൽ മഞ്ചേരി, ഞങ്ങൾ നിസ്സഹായരാണെന്ന് ലീഗ് പറയുന്നു. ക്യാബിനറ്റിൽ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനൊട്ടും ആവുന്നില്ല, അവർക്ക് ആത്മാർത്ഥതയില്ല എന്ന് ആന്റണി രാജു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം നേതാക്കൾ പറയുന്നു. ധനകാര്യ വകുപ്പിന് ഇക്കാര്യത്തിൽ താല്പര്യവുമില്ല. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ അറബിക് സർവകലാശാല അടുത്ത കാലത്തെങ്ങാനും എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് വരാനുള്ള സാധ്യതയുണ്ടോ? ഇതിൽ യഥാർത്ഥത്തിൽ വേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് കാണിക്കുകയാണെങ്കിൽ അറബിക് സർവകലാശാല 100% വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതിലൊരു ഒളിച്ചുകളി മുസ്ലിം ലീഗ് കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആന്റണി രാജു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, അത് ചീഫ് സെക്രട്ടറി ആകട്ടെ, എന്തെങ്കിലും ഒരു കുറിപ്പെഴുതി എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമാണോ ഇത്? ഈ ഉദ്യോഗസ്ഥന്റെയൊക്കെ മുകളിൽ ഭരിക്കുന്ന ആളുകളല്ലേ മന്ത്രിമാർ, ഇവിടുത്തെ ഭരണകൂടം. ഈ ഭരണകൂടത്ത് ക്യാബിനറ്റിൽ വിഷയം വെക്കുകയും ഭരണകൂടം ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്താൽ
ഇവരുടെയൊക്കെ നോട്ടുകൾ വലിച്ചു കീറി ഈ ചവറ്റുകുട്ടയിൽ എറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി കാണിക്കേണ്ടിടത്ത് അവിടെ ഒരു ഒളിച്ചുകളി കാണിക്കുന്ന ഒരു രീതിയാണ് മുസ്ലിം ലീഗ് കാണിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മതസംഘടനകൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നം പോലുമല്ല. കാരണം ഇത് വിഷയം രാഷ്ട്രീയമാണ്. ഇത് ഒരു മതപരമായ വിഷയമേ അല്ല. രാഷ്ട്രീയമായ ഇച്ഛാശക്തി മുസ്ലിം ലീഗ് കാണിക്കുകയും ക്യാബിനറ്റിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ആന്റണി രാജു വളരെ ആർജവത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കുന്നില്ല? യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രപ്പോസൽ ഭരണകൂടത്തിന്റെ മുമ്പിൽ ക്യാബിനറ്റിന് മുമ്പിൽ വെക്കുകയും യഥാർത്ഥത്തിൽ ഭരണകൂടം തീരുമാനിച്ചാൽ പണം ഒരു പ്രശ്നമേ അല്ല, പണം ഉണ്ടാക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ശ്രീ പി.ടി. റഹീം, വിഷയം മതപരമല്ല രാഷ്ട്രീയമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ഉയരുന്ന ആരോപണം. ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ കാരണം ഈ പ്രപ്പോസൽ ആദ്യമായി മുന്നോട്ട് വെച്ചത് CPM ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ. തീർച്ചയായിട്ടും ഇവിടെ അത് ഇച്ഛാശക്തി കാണിക്കേണ്ടത് ഇപ്പം ഭരിക്കുന്ന ആളുകളാണ്. അതിന് പ്രതിപക്ഷത്തിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ അഥവാ ഏതെങ്കിലും കാരണവശാൽ നടക്കുകയാണെങ്കിൽ ലീഗ് പറയും ലീഗിന്റെ മാത്രം ആണെന്ന് പറയും. ഉദ്യോഗസ്ഥന്മാർ പഴിചാരുന്നതിന്റെ അർത്ഥമല്ല. ഉദ്യോഗസ്ഥനല്ല കേരളം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. ആ ഇച്ഛാശക്തിയാണ് യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത്. ഇപ്പോ ന്യൂനപക്ഷ പ്രൊമോട്ടർമാർ 1000 ആളുകളെ നിശ്ചയിച്ചിരുന്നു 5ാം മന്ത്രിയുടെ കീഴിൽ. പക്ഷെ എന്ത് സംഭവിച്ചോ ആ പറയുന്ന 1000 ആളുകൾക്ക് ഇന്ന് ഇപ്പം ലീഗ് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ലീഗിന് ആവശ്യമുള്ള കാര്യങ്ങള് ഇപ്പൊ പഞ്ചായത്ത് വിഭജനം ഇതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രശ്നമല്ലേ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ ലീഗുകാരെ മാത്രം ഒരു പഞ്ചായത്തിലാക്കുകയും BJP-കാരെയും കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും മറ്റു പഞ്ചായത്തുകളിലാക്കുകയും ചെയ്ത് ഒരു മാനദണ്ഡവും ഇല്ലാതെ പഞ്ചായത്തുകൾ ഭാഗിച്ചപ്പോൾ ഈ വിഷയമൊന്നുമില്ലായിരുന്നു. നിങ്ങളിപ്പോ ചോദിച്ച ഒരു കാര്യം, ഇത് മതസംഘടനകൾ ഈ കാര്യം ഏറ്റെടുക്കുകയേ ചെയ്യരുത്. അതൊരു മതപരമായ വിഷയമല്ല. അത് വേറൊരു ഡയമെൻഷനിൽ അത് കൊണ്ടുപോകും. മതസംഘടനകൾ ആലോചിക്കേണ്ട കാര്യം ഇതൊരു മതപരമായ വിഷയമല്ല. അവർ ഈ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തത് ഇതൊരു പൊതുസമൂഹമാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്. കാരണം പാലോളി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് ഈ തർക്കത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ്. അല്ലാതെ പാലോളി കമ്മിറ്റി ശുപാർശകൾ നേരത്തെ ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. ശുപാർശകൾ മാത്രമല്ല, ശുപാർശകൾ ക്യാബിനറ്റ് അംഗീകരിച്ച് നിയമസഭയിൽ വെച്ച് നിയമസഭ അംഗീകരിച്ചിട്ടുള്ളതാണ് പാലോളി കമ്മിറ്റി ശുപാർശ. അതിൽ 10ഓളം കാര്യങ്ങൾ അന്ന് തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഇനി ഇടതുപക്ഷം പ്രത്യേകിച്ച് നയം ഒന്നും വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഈ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടോ? ചീഫ് സെക്രട്ടറി പലത് കഴിഞ്ഞു ഫയലില്. അതുകൊണ്ട് എന്താ കാര്യം? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഫൈനാൻസ് ഉടക്ക് വെച്ച ഒരു പോസ്റ്റിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി അടുത്ത് പോയി നേരിട്ട് ഫയൽ ഒപ്പിടിച്ച് വാങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്തല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാൻ ഇവിടെ പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശ്രീ ടി മുഹമ്മദ് ബഷീർ MP കൂടി ചർച്ചയിൽ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ ടി മുഹമ്മദ് ബഷീർ, അറബിക് സർവകലാശാലയുടെ കാര്യത്തിൽ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഇല്ലായ്മയാണ് സമസ്തയും ഒപ്പം കേരള കോൺഗ്രസ് എമ്മും ഉൾപ്പെടെയുള്ള സംഘടനകൾ CPM-ഉം എല്ലാം ചോദ്യം ചെയ്യുന്നത്. ലീഗിന്റെ നിസ്സഹായതയാണ് ഇവർ സംശയിക്കുന്നത്. അതിൽ നിസ്സഹായതയുടെ പ്രശ്നമില്ല. ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് അങ്ങ് എടുത്ത് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് അതിൻ്റെതായ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സമയത്ത് അതിനെന്തെല്ലാം കടമ്പകൾ കടക്കാനുണ്ട്, എന്തെല്ലാം സാമ്പത്തിക ക്ലിയറൻസ് വരാനുണ്ട്, എന്തെല്ലാം മുന്നൊരുക്കങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഫയല് വളരെ കൃത്യമായ തോതിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സാധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതിനുവേണ്ടിയുള്ള വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു നിസ്സഹായതയോ അല്ലെങ്കിൽ ലീഗിന് കഴിയുന്നില്ലെന്നുള്ള അതിലൊന്നും അതിനർത്ഥമില്ല. ലീഗിന്റെ പ്രശ്നം മാത്രമല്ല, അറബിക് സർവകലാശാല രാജ്യത്തിന് ആവശ്യമാണ്. രാജ്യത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇന്റർനാഷണൽ ലിങ്ക് ലാംഗ്വേജ് എന്നുള്ള സ്ഥാനം ഇന്ന് ഇംഗ്ലീഷിലാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റർനാഷണൽ ലിങ്ക് ലാംഗ്വേജ് എന്നുള്ള സ്വഭാവത്തിലേക്ക് അറബി പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് ആൻഡ് കോമേഴ്സ് രംഗത്തെ ഭാഷയായിട്ട് അറബി മാറുകയാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാൻ പവർ റിക്വയർമെന്റ് അറബിയും മറ്റൊരു ഭാഷയും കൂടി അറിയുന്നവർക്കാണ്. ഇങ്ങനെ എല്ലാമുള്ള സാഹചര്യത്തിൽ അറബിക് സർവകലാശാല വർഗീയത ആളിക്കത്തിക്കാൻ ഉപകരിക്കുമെന്ന ചീഫ് സെക്രട്ടറിയുടെ പരാമർശത്തെ ശ്രീ ടി മുഹമ്മദ് ബഷീർ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. ചീഫ് സെക്രട്ടറി എന്നല്ല, ഈ അറബിക് സർവകലാശാല വർഗീയത ഉണ്ടാക്കുമെന്ന് പറയുന്ന പ്രചരണങ്ങൾ, അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള മറുപടി എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യമാണ്. ഇതേ വർത്തമാനം സംസ്കൃത യൂണിവേഴ്സിറ്റിക്ക് നേതൃത്വം കൊടുത്ത സമയത്ത് ഞാൻ കേട്ടതാണ്.
സംസ്കൃത യൂണിവേഴ്സിറ്റിക്ക് പൈലറ്റ് ചെയ്ത ഞാനാണ്. ഏതാണ്ട് 100 ചില്ലാനും അമെന്റ്മെന്റ് അതിലുണ്ടായിരുന്നു. ഒരു നോമ്പ് കാലത്താണ് ഞാൻ ബില്ല് പൈലറ്റ് ചെയ്തെടുത്തത്. ആ സമയത്തും പറഞ്ഞിരുന്നു എല്ലാവരും ഇവിടെ എന്താണ് സംസ്കൃത യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ ഇവിടെ വർഗീയത വളരുമെന്ന്. ചില ആളുകൾ എന്നെ പറ്റി പറഞ്ഞു RSSകാർക്ക് കവാത്ത് നടത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റി കൊണ്ടുവരികയാണെന്ന്. ഈ ആരോപണങ്ങൾ അത് കേട്ടപ്പോൾ ഞങ്ങളൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഭാഷയെ നിങ്ങൾ വർഗീയവൽക്കരിക്കേണ്ട കാര്യമില്ല. ഭാഷ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ്. ആ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അറബിക് യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള വിമർശനങ്ങൾക്കും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ എന്ത് സമീപനമാണോ എടുത്തത്, അന്നത്തെ വാദമുഖങ്ങൾ എങ്ങനെയാണോ ഞങ്ങൾ ഖണ്ഡിച്ചത്, അതിന്റെ റിപ്പീറ്റേഷൻ അല്ലാതെ പുതിയൊരു സംഗതിയും അറബി സർവകലാശാലയെ പറ്റിയില്ല. ഈ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം അസ്ഥാനത്താണ്. അറബിയെ ഒരു മതത്തിന്റെ ഭാഷ എന്ന നിലയിൽ കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വളരെ നന്ദി ശ്രീ ടി മുഹമ്മദ് ബഷീർ. ഘട്ടത്തിൽ പ്രതികരിച്ച് അവസാനമായി ശ്രീ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ഇതാണ് അവസ്ഥ. ഇനി എങ്ങനെ സമസ്ത ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകും? ഒപ്പം നേരത്തെ PT റഹീം MLA സൂചിപ്പിച്ചൊരു കാര്യം, സമസ്ത ഈ സമരം ഏറ്റെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി മതപരമായ ഒരു തലത്തിലേക്ക് മാറും, അപകടകരമാവുമെന്നാണ്. എങ്ങനെ കാണുന്നു? സമസ്ത ഇതൊരു മതകീയമായ വിഷയമായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇതിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് ഇത് സംബന്ധമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകണം എന്നാണ് കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിങ്ങിലെടുത്ത തീരുമാനം. ആ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആവശ്യമായ പരസ്യമായ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് 1,00,000 SMS-കളും മുഖ്യമന്ത്രിക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഇത് മതകീയമാക്കാൻ, ഇപ്പോൾ നേരത്തെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഇത് മതകീയമാക്കാൻ ഒട്ടും നമ്മൾ ആഗ്രഹിക്കും, മതകീയമാക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഫൈനാൻസ് സെക്രട്ടറിയും എഴുതി വെച്ച ആ പരാമർശമാണ് ഇതിൽ വർഗീയപരമായ തിരിവിലേക്ക് കൊണ്ടുപോയത്. അതാകരുത് എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥയുടെ സമരവും ആ ഒരു തലത്തിൽ തന്നെയായിരിക്കും. സംസ്ഥയുടെ അല്ല, സംസ്ഥയുടെ വിദ്യാഭ്യാസ സംഘടനയാണ് നേതൃത്വം കൊടുക്കുന്നത്. ആ സമരം വരികയാണെങ്കിൽ അത് തികച്ചും എല്ലാ വിഭാഗം ആളുകളെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള സമരപരിപാടിയാണ്. കാരണം സംസ്ഥയുടെ വിഷയമല്ല ഇത്, മുസ്ലിങ്ങളുടെ വിഷയമല്ല ഇത്, ഇത് കേരളത്തിൻ്റെ വിഷയമാണ്, നമ്മുടെ നാടിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. വളരെ നന്ദി ശ്രീ ടി മുഹമ്മദ് ബഷീർ, ഒപ്പം TP ശ്രീനിവാസൻ, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ശ്രീ ഫൈസൽ മഞ്ചേരി, ശ്രീ ആന്റണി രാജു ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന്. ഇതോടെ മിഡീസ്റ്റ് അവർ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.